നമ്മൾ റീൽസിലൊക്കെ കാണുന്നില്ല ഒരു സൺഫ്ലവർ ഫീൽഡ്, അവിടെ എത്തിയിട്ടുണ്ട്. ആ ലൈവായിട്ട് ബ്ലോഗർ പോസ്റ്റ് കാണും. അപ്പോൾ അവിടെയാണ് നമ്മൾ ഉള്ളത്. ഈ സൈഡ് അത് കാണുമ്പോൾ ചെറിയ കുറച്ചേ ഉള്ളൂ. എന്തായാലും പോയി നോക്കാം. ഇത് ഇതുകൊണ്ടല്ലോ അഞ്ച് പേര്. ഓ മൈ ഗോഡ്, നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ. ഞാനിവിടെ വീഡിയോ സെറ്റ് ചെയ്യട്ടെ, എൻ്റെ ഒരു ഫോട്ടോ എടുക്കട്ടെ. ഭയങ്കര ലൈറ്റിങ്, വേറെ ലെവൽ ലൈറ്റ്. പൈസ എവിടെ ഉണ്ടെന്ന് നിർത്താൻ ചൊല്ലണം. പൈസ ഇല്ല. ലുക്ക് മാത്രല്ലേ ഉള്ളൂ. അപ്പൊ ആരെങ്കിലും കിഡ്നാപ്പ് ചെയ്യാൻ പ്ലാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ വേണ്ട, വെറുതെ ചെയ്യരുത്. ലുക്ക് കണ്ടത് കിഡ്നാപ്പ് ചെയ്യാൻ ചമ്മിപ്പോവും. ദേ ഫീൽഡ് കണ്ടോ, സൺഫ്ലവർ ഫീൽഡ്. അയ്യോ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ സൺഫ്ലവർ, റോസ്റ്റഡ് സൺഫ്ലവർ സീഡ് ഞാൻ എൻ്റെ ഒരു ഡയറ്റ്സിൽ ഞാൻ കഴിക്കാറുണ്ട്. മറ്റേ പംകിൻ സീഡ്, സൺഫ്ലവർ സീഡൊക്കെ. നിൽക്കുന്ന കൊണ്ട് കുഴപ്പമുണ്ടാവില്ല അല്ലേ? ഇതൊക്കെ സീഡിന് വേണ്ടി വിത്ത് കഴിക്കുന്നതാ. ഇത് നല്ല പ്രോട്ടീൻ റിച്ച് ആണ്. അപ്പം അതിന് വേണ്ടിയാണ് ഇത് സൺഫ്ലവർ ഇവിടെയൊക്കെ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. പക്ഷെ നോക്കത്ത ദൂരം വരെ ഒന്നും ഇല്ല, കുറച്ചേ ഉള്ളൂ. ബട്ട് സ്റ്റിൽ അടിപൊളി. നമുക്ക് ഡ്രോൺ ഫൂട്ടേജ് ആണെങ്കിൽ പൊളിക്കുമായിരുന്നു അല്ലേ? വാവ്, സൺഫ്ലവർ. പൂവേ പൂവേ പൂവേ. പിന്നെ ഫോട്ടോ എടുക്കുന്നതിന് ശ്രദ്ധിക്കണ്ട. ഇതാണ് ഇപ്പോഴത്തെ വ്യൂ. ഉണ്ടോ? അത് വിരിഞ്ഞ
ಬಿಟ್ಟೆ ಬಿಟ್ಟೆ ಅನ್ನ ನಾಡತ್ತಿ ಚೂಟಿ ಎದಲಿನ നടത്തിക്കൊണ്ട സൺഫ്ലവറിനായിട്ട് ഒരു സൺഫ്ലവർ ഫോട്ടോ എടുപ്പാ സൂര്യകാന്തി അവിടെ പിന്നെ കണ്ട് കോൺട്രാസ്റ്റ് ഫോട്ടോ നോക്കിയെന്ന് അതാണ് ಈಗ ಕೊಂಡ ಇದು ಕೊಂಡ ಉಂಬಿ പിടിക്കുന്നത് മതിയാ അയ്യോ ഒരിക്കലും കൂടി വൈഡാവണമെന്നാണ് സാധനം കിട്ടും അത് കൈ ലേശം വൈഡാക്കി കൈ ഇങ്ങനെ ഇതാക്കിക്കോ ജോലി ഇങ്ങനെ ഇതാക്കി അത് നാം വരച്ചത് അടിപൊളിയാടാ അടിപൊളി എടുക്കണ്ട നന്ന ഒന്നും എടുത്ത ചുമ്പോ കിട്ടണി അത്ര മലരുണ്ടാ അത് ഞാൻ വയനാട്ടിണ്ടൊന്ന് എടുത്തിരിയാ കേറ്റി അത്ര മുടിയൊന്നിങ്ങനെ ഇതാക്കി മുടി അങ്ങനെ അങ്ങനെ വെച്ചു. അപ്പൊ അത്യാവശ്യം കയ്യിൽ നിറയെ ഫോട്ടോസ് കിട്ടിയ സന്തോഷത്തില് നിങ്ങൾ കുറച്ചുകൂടി ഫോട്ടോ എടുക്കണം. നമ്മുടെ എവിടെ വന്നു കഴിഞ്ഞാലും ഗ്രൂപ്പ് ഫോട്ടോസ് മറന്നു പോകുന്നുണ്ട്. അപ്പൊ ഇതേ ഇവിടെ വന്നിട്ട് കുറച്ച് ഗ്രൂപ്പ് ഫോട്ടോ. ഈ സമയത്ത് വന്ന പ്രശ്നം എന്താന്ന് വെച്ചാൽ നല്ല ലൈറ്റിംഗ് ആണെങ്കിൽ കണ്ണു തുറക്കാൻ പറ്റുന്നില്ല. കണ്ണാടി എടുപ്പാനാ ഫോട്ടോഷൂട്ട് തെറ്റാ അടിപൊളി മാഷാഅല്ലാ കൊറേ ഫോട്ടോസ് ഫോട്ടോ നിങ്ങൾ നിൽക്കണ്ടേ വേണ്ടിക്ക് എന്നെ മോൻ ഒന്ന് പച്ചു ഒരു ഫോട്ടോ എടുത്ത് കൊടുത്തോ കണ്ണാടി കൊടുത്തേ എന്നിട്ട് അതിനെ മാറ്റിക്കോ ഏത് നായിനിട്ട് തന്നെ ഊളെ ഫോട്ടോ ശരിക്കും പിന്നെ പൊന്തിക്കണ്ടതാ. ഞാൻ കുറച്ച് എനിക്കുള്ള റീൽ എലമെന്റ്സ് എടുക്കട്ടെ. ഫ്ലവർ ഫീൽഡൊക്കെ കണ്ടിട്ട് ഇത് ഇറങ്ങുവാണ്. പലരും റീൽസിനുള്ള ഇതൊന്നും എടുത്ത് കഴിഞ്ഞിട്ടില്ല. സത്യം പറഞ്ഞ നിന്നാ കഴിഞ്ഞു. ഓക്കെ, സത്യം പറഞ്ഞ അടിപൊളിയാണ്. ഏത് ആംഗിളും നിന്നാലും നല്ല ഫോട്ടോസ് ഉണ്ട്. നിങ്ങൾ എന്തായാലും ഇറങ്ങട്ടെ, ലേറ്റ് ആവും. ഇത് വിചാരിച്ചിട്ട് തന്നെയാണ് നേരത്തെ ഇറങ്ങിയത് കേട്ടോ. എന്താന്ന് വെച്ചാൽ എന്തെങ്കിലും നല്ല നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും കാണുമ്പോൾ നിർത്താമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇറങ്ങട്ടെ എന്തായാലും. ഇവിടെ അത് കഴിഞ്ഞു. നമ്മുടെ ഇവിടുത്തെ ഫോട്ടോസും വീഡിയോസും റീൽസും ഒക്കെ ആയിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ആക്റ്റീവ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ അതുകൂടി ചെക്കൗട്ട് ചെയ്യണം. ഐലൻഡ് ഓഫ് മീ എന്ന് തന്നെയാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ID, ഫേസ്ബുക്ക് ID. ഓക്കെ, ഞാൻ നമ്മുടെ റഷി ആ സൈഡിൽ ഒരു ഫോട്ടോ വേണമെന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട്. ഞാനൊന്ന് ഫോട്ടോ എടുത്തു കൊടുക്കട്ടെ. ഒരു 3x എടുത്താൽ കിടിലനായിരിക്കും. നമ്മള് ഒരു മെയിൻ ഒരു ടോള് കഴിഞ്ഞിട്ട് ബാംഗ്ലൂർ എത്താൻ ഇനി ഒരു 150 കിലോമീറ്റർ ബാക്കി. അപ്പൊ ഒരു ചായ കുടിക്കാന്ന് വെച്ചു. എവിടെ കൊണ്ടേ മീമ ഇറങ്ങട്ടെ, ചായ കുടിക്കട്ടെ കുറച്ച്. നായില്ലേ ചായ കുടിക്കാൻ ഇറങ്ങിയതായിരുന്നു. അപ്പത്തേ പുറത്തൊരു പട്ടി. അപ്പൊ ഞങ്ങള് ഇവിടെ തന്നെ ഇരുന്നാൽ മതി, വാങ്ങിച്ചിട്ട് വരാന്ന് പറഞ്ഞു. അപ്പൊ എതിലിനൊക്കെ ഒന്ന് റെഡി ആയതായിരുന്നു അല്ലെ? എതിലിന് എവിടൊക്കെ പോണ്ടാഞ്ഞേ? അതിലിപ്പ എവിടൊക്കെ പോണ്ടാഞ്ഞേ? പട്ടിയുണ്ടോ? Thank you. It's okay, it's okay. ചെറിയൊരു ഡപ്പ. അതിനൊക്കെ വേണ്ടി പിടിച്ചപ്പോ എനിക്ക് വേണ്ടി പിടിച്ചാലോ? ഞാൻ എന്റെ ലൈഫില് ഏറ്റവും ബെസ്റ്റ് ചായ കുടിച്ചത്
മറ്റേ അജ്മീർ പോയപ്പോഴാ ഇതേപോലത്തെ ഒരു ചെറിയ കപ്പ് തന്നിട്ടുണ്ടായിരുന്നു. ആ കപ്പ് ചായ നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ എരുമപ്പാൽ ചായ ആയിരുന്നു അത്. ഭയങ്കര ഇല്ലടാ ചായ വീണുങ്ങ നമ്മളെ ചായക്കുപ്പിക്ക് വേണ്ടുങ്ങ ജീന എന്നുള്ള ഇത് കുടിച്ചാ ഇതാരാത്? അപ്പൊ റെമിൻ കുടിച്ചാ? അപ്പൊ ഇതെന്നെവാ ഞാനും ജീന അഡ്ജസ്റ്റ് ചെയ്ത് കുടിച്ചാലോ? ചായ വളരെ എടുത്ത് എതിലിനും ബീറ്റോടെ ഇപ്പൊ തണുത്തിട്ടാക്കും. പാൽ ചായ മാമൂസേ, പാൽ ചായയാണ്. നമ്മള് കട്ടൻ ചായയുടെ ആളാണ്. കട്ടൻ ചായ ചായ ചാട്ടൊക്കെ കേറിയിരിക്കാൻ ദിസ് ഈസ് ദ ഷേഡ്. മറ്റോട് അങ്ങോട്ടുള്ള അടിപൊളി ഷേഡ്. ഹരങ്ങൊന്നുമില്ല വെയിറ്റ് ലിസ്റ്റ് ഒന്നാണ്. അപ്പൊ ബാക്കിയുള്ള എല്ലാരും കൺഫേം ഫ്ലൈറ്റിൽ വരേണ്ടി വരും. ചേച്ചിക്ക് ഫണ്ട് ഇട്ടരും എല്ലാരും കൂടി. ഓക്കെ ആയിപ്പോ മോളി. Be patient. Be patient. Progress takes time. ഇതിലിനെ ഈ ഒരു ആന ഒരു പാട്ടുണ്ടില്ലേ, ആ പാട്ടൊന്ന് പാട്. അതില്ല ലിറ്റിൽ ഫിംഗർ. മഞ്ചാടി കൊച്ചുകൊമ്പന ഇല്ല കണ്ണീലുണ്ണിയാണേ വമ്പനാന. ഇന്ന് ബേബിക്ക് എന്നെയെല്ലാം കണ്ട കാട്ടുണ്ട്. നമ്മളെ സബ്സ്ക്രൈബേഴ്സിനെ കാണിച്ചല്ലേ എസലിൻ ഭയങ്കര ആരെല്ലാം കണ്ടില്ല. എന്നെയെല്ലാം കണ്ടല്ലോ. ഫോട്ടോ കണ്ടിട്ടുണ്ട് സത്യം. പിന്നെ എന്നെ കണ്ട പിന്നെ കണ്ടേ പിന്നെ സൈഡിൽ തന്നെ കണ്ട പിന്നെ എന്നെ കണ്ട ഒരു കൂട്ടം മാവച്ച് തുടങ്ങുന്നേ കുരങ്ങനെ കണ്ടി. ആ കുരങ്ങ ഇതില് എവിടൊക്കെ കാറിന്റെ മുകളിൽ ഇരിക്കുകയായിരുന്നു. അത് കറക്റ്റ്. മാനെ കണ്ടി മാൻകൂട്ടത്തെ എവിടെയാ മാൻകൂട്ടമുള്ളേ? എവിടെ എത്ര ഉണ്ടായ മാൻ? അയ്യോടാ വിക്കറ്റ് വേണം. എന്നെ പോയേനു അവിടൊക്കെ പോയേനു. എതിലും ബാബ പോയേനു. എന്നും പോയങ്ങി കാറോട്ടിപ്പാൻ പോയതാഞ്ഞി മോൾ. കാർ ഓടിക്കണോ? എങ്ങനെ ഓടിക്കണേ? നമ്മ ബാംഗ്ലൂർ എത്തിച്ച് ഓടിച്ചാ പോരെ? ബാംഗ്ലൂർ എത്തിയിട്ട് ഓടിക്കാം. കാർ എങ്ങനെ ഓടിക്കണ്ടേ? നമ്മ ബയ്യെ കണ്ടും വരുമോ? ടാറ്റ ചൊല്ലു. വന്ന് സീ യു ലേറ്റർ എന്നുണ്ട്. ഇല്ല നല്ല ഏറ്റവും എടുത്ത തരുവാണ്. ഇല്ല എന്റെ മോളെ കണ്ടു. അവിടെ 200 കമ്പനി ഫണ്ടില് ഞാൻ ഓടോല. സ്ട്രോബെറി ഞങ്ങൾ അവിടെ നിന്നിട്ടിപ്പോ നല്ല ഫ്രഷ്. ഓക്കെടാ ഓക്കെ ഓക്കെ ഡ്രൈവർ. അപ്പോ അയാൾ എന്തൊക്കെയോ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ ആ മൈസൂർ എയർപോർട്ടാണ് കഴിഞ്ഞ് നമ്മള് നോക്കിയപ്പോ ഫ്രൂട്ട്സ് മേടിക്കാൻ പേരൊക്കെ കണ്ടപ്പോ മേടിക്കാൻ പോയതായിരുന്നു. നല്ല ഫ്രഷ് സ്ട്രോബെറി, അതും 100 റുപ്പീസേ ഉള്ളൂ. കാര്യം എല്ലാ സ്ഥലത്തും ഒരു ബോക്സിന് 100 ആണെന്ന് തോന്നുന്നു. അപ്പൊ എല്ലാരും ഇൻഡിവിജ്വൽ ആയിട്ട് മേടിച്ചു. അതെന്താന്ന് വെച്ചാ ഫ്രഷും ആണ്,
നമ്മള് ഒരു പാക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഒരു മനസ്സ് നിറഞ്ഞ് കഴിക്കാൻ പറ്റുന്നില്ല. ഇല്ല, പൊതുവെ കേരളത്തിലെ 200 രൂപ എല്ലാം കാണും ഒന്നിനും. ഇല്ല, ഒരു പാക്കറ്റ് നിങ്ങൾ അതിനേക്കാളും ചെറുതും കാണും, quantity ചെറുതും ഉണ്ടാവും. കാണും. എല്ലാരും കുറ്റം പറയുന്നുണ്ട്. ഭയങ്കര കുറ്റം. ഇതിന് ഭയങ്കര ഇഷ്ടമാണ് സ്ട്രോബെറിയിൽ. ഇതില് എടുത്തോ എല്ലാവർക്കും സ്ട്രോബെറി ഉണ്ടല്ലോ. ആ നവയുണ്ട്, പേരൊക്കെ ഉണ്ട്. വയ്യ തിന്നില്ല. ഇതിന് ഇഷ്ടമാണ് സ്ട്രോബെറി? എത്ര ഇഷ്ടം? ലേക്ക് വലിയ മറ്റൊന്നും എടുക്കണ്ടേ. ഞാൻ ലേക്കാണല്ലോ എടുക്കുന്നത്. എന്റെ പൊന്നോ, നല്ല മധുരം. എനിക്ക് ശരിക്കും പറഞ്ഞാ സ്ട്രോബെറിന്റെ സ്ഥലമായ വട്ടവട പോയിട്ട് പോലും ഇത്രയും ടേസ്റ്റിൽ കഴിച്ചില്ല. അതും ഒരു രസമില്ല. അല്ല, അവിടെ എന്താന്ന് വെച്ചാലേ ഫുള്ള് തൃപ്തിയായിട്ട് കഴിക്കുമ്പോഴത്തേക്ക് തീർന്നു പോകുന്ന ഒരു അവസ്ഥയായിരുന്നു. എടോ, കേരളം വിട്ട് കഴിഞ്ഞാലില്ലേ ഫുഡിനും എണ്ണയില്ലേ, മായങ്ങില്ലേ. മനസ്സിലായാ? പട്ടവട കേരളത്തോട് അതെല്ലാം ഫാമാണ്. നമുക്ക് അപ്പണക്കപ്പം തേണ്ടതാണ്, ചുറ്റി തേണ്ടതാണ്. കൊതി കൊണ്ട് മേടിച്ചതാ, പക്ഷെ ഇത്ര എനിക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല. ഇവൻ നമ്മൾ ഇന്നലെ എന്തോ വാങ്ങിച്ചിട്ടുണ്ടായില്ലേ അവിടെ? കളിക്കാ മക്കളെ. ഇല്ല. ഞങ്ങളെ ഇവിടെ സ്ട്രോബെറി കുപ്പായമാക്കി ഫുള്ള് വൈറ്റ് ഡ്രസ് 1 കിലോമീറ്റർ വേറെ ലെവലാക്കി മാറ്റി. ബാക്കിലത്തെ സീറ്റ് പിന്നെ ഫാമിലിക്ക് തന്നെ കൊടുത്തു. We are very happy here. ആണോ? Yeah. ഞാൻ ഇന്നലെ ഒരു വൈബ് സെറ്റ് ചെയ്ത് എന്റെ സാമ്രാജ്യം ഒക്കെ ആക്കി മാറ്റിയതായി. വൈബില്ല, അതിനെ വൈബൊക്കെ പറയുമോ? ജീന ഞങ്ങളങ്ങനാണ് പോയത്. സ്ട്രോബെറി കഴിഞ്ഞപ്പോ തന്നെ നല്ല രണ്ടെണ്ണം കൂടിയുണ്ട്. ഇപ്പൊ തന്നെ തിന്ന് തീർക്കണമെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ തിന്ന് തീർക്കാം. പേരക്ക ശരിക്കും പറഞ്ഞ ഈ പേരക്ക കണ്ടപ്പോ നിർത്തിയതാ. എനിക്ക് തമിഴ്നാട് പഠിക്കുന്ന സമയം ഓർമ്മ വന്നു. നല്ല ഫാം ഫ്രഷ് പേരക്ക കിട്ടും, പേരക്കയുടെ സീസൺ ഒക്കെ ആകുമ്പോ. ഇല്ല, തള്ളി മറിച്ചല്ല, സത്യം. ഇത് നല്ല ഇത്. ഇതിനാകെ 70 രൂപീസേ ഉള്ളൂ, ഹാഫ് KG. പേരക്ക ഇല്ലേ, പേരക്ക മൊത്തം മരുന്ന്. എന്നെ വിൽക്കണ്ടോ? ഫോട്ടോഷൂട്ട്, സിംഗിൾ പസംഗ ഫോട്ടോഷൂട്ട്. ബാംഗ്ലൂർ ഹായ്, വെൽക്കം ടു ബാംഗ്ലൂർ. വി ആർ റീച്ച്ഡ് ബാംഗ്ലൂർ. റോട്ടിലേക്ക് കയറി. ഡാർലിംഗ് പറ പറ പറ. അയ്യോ, ഇതുവരെ മേമ വിളിക്കണേ കരച്ചില്ല വോയിസില്. ഇതാ പാല്. പേരക്കലി. അപ്പൊ സ്ട്രോബെറി വേണ്ടേ? 4 വരിയാ. സ്ട്രോബെറി വേണ്ടേ? അപ്പൊ കോസ്റ്റ്യൂം അവളെന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ തിരിച്ച് വാശി പിടിച്ചോണ്ടിരിക്കുമ്പോ തിരിച്ച് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മതി. ഹായ്. ഇതില് ശരി. പിന്നെ ശരിക്കും എല്ലാവരുടെ ഫേസും ഡള്ളായി പിടിച്ചവരുള്ളൂ. കുഴപ്പമില്ല, മറ്റാണ് ഒരു ഫ്രഷ്നെസ് കിട്ടുന്നത്. ഒരു പാട്ട് വെച്ചോ. ഇതെല്ലാം ഫുൾ ഒരു ഹരം. ഇപ്പൊ കരഞ്ഞു പോകെ ഏതിലും പോയേ എല്ലാരും ചോട്ടു ചോട്ടു ഇത് ഈ വീഡിയോ എടുത്തു.
ബാംഗ്ലൂർ വൈബ് സെറ്റാക്കാൻ വേണ്ടി മറ്റേ ഞാൻ എന്റെ അത് ഹാങ് ചെയ്ത് വിട്ടിട്ടുണ്ട്. ബാംഗ്ലൂർ ഡേയ്സിന്റെ പാട്ട് വെച്ചിട്ടുണ്ട്. കോപ്പി റൈറ്റ് വരും എന്ന് ഉള്ളത് കൊണ്ട് ഞാൻ എന്തായാലും പിന്നെ വരാം. ഞാനൊന്നും വലിച്ചിട്ടില്ല. ബാംഗ്ലൂരു ഇപ്പൊ പോയി സാറിന്റെ ഏയ് മാറി പോങ്ക തമ്പി. അവൻ പോയാ തമ്പി. അതെ ബാംഗ്ലൂരാണ്. ഉമ്മി മക്കൾ ഈ റീൽസിൽ മൊത്തം ഉമ്മയും കച്ചറയായിരിക്കും. പറ ഉരുണ്ട് കളിച്ചിലാണ്ടല്ലോ. ചേച്ചി എങ്ങോട്ടാണ്? ആ നമ്മ എങ്ക പേരൊക്കെ നോക്കില്ല. നമ്മ സ്ട്രോബെറി കഴിച്ചതിന് ഇതാണ്. ഇത് കണ്ടില്ലേ വാഷിയാണ് അതുകൊണ്ട്. ആ നല്ല ഫ്രഷ് സ്ട്രോബെറിയാണ്. ಈಗ ഇതിലും കച്ചറാക്കുന്ന വേണ്ടി കണ്ടോണ്ടിരിക്കുന്ന സ്ട്രോബെറി വേണമെങ്കിൽ ബാബയ്ക്ക് പേരൊക്കെ വേണമെങ്കിൽ സ്ട്രോബെറി വേണം. സ്ട്രോബെറി കഴിച്ചതല്ലേ? ഓക്കെ സ്ട്രോബെറി കഴിക്കും. മേമേക്ക് ഒരു സ്ട്രോബെറി തരുമോ? ഒരു സ്ട്രോബെറി അവൻ രണ്ടാമത് തീരെ കഴിച്ചില്ല. അവക്ക് സ്ട്രോബെറി ഞാൻ കൊടുത്തിന് സ്ട്രോബെറി വെച്ചാണ് എങ്ങനെ ലിപ്സ്റ്റിക് ഉണ്ടാക്കുന്നുണ്ട്. സ്ട്രോബെറി കൊണ്ടില്ല എങ്ങനെ ലിപ്സ്റ്റിക് ഏട്ടാ മണ്ട നിങ്ങൾ കഴിപ്പിക്കണ്ട. ലിപ്സ്റ്റിക് ശരിക്കും ഉണ്ടാക്കേണ്ട ഒരു പുളുവിന് ബ്ലഡ് ആണ്. ശരിക്കും നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്ക് ഹൗ ലിപ്സ്റ്റിക് മേക്കിംഗ് എന്നല്ലേ. പുതിയ അറിവ്. മറ്റേ ബ്ലഡ് ആരാ ബ്ലഡ് ഏതൊരു ആയിരിക്കില്ല. പട്ട് നമ്മളിടുന്ന പട്ട് നൂൽ പുഴുവല്ലേ? പക്ഷേ ഇല്ലടാ ഇപ്പൊ പല ഓപ്ഷനും ഉണ്ട്. ഫോട്ടോ എടുക്കാൻ കഴിയാം. ബീട്രൂട്ട് എല്ലാം വെച്ചുണ്ടാക്കണ്ട, ഗീ വെച്ചുണ്ടാക്കണ്ടല്ലോ. ആയിക്കോട്ടെ നിങ്ങൾ അതെല്ലാം കിട്ടാൻ വേണ്ടി കാണാം. പക്ഷെ ഇതിന് മെയിൻ ഇൻഗ്രീഡിയന്റ് എന്നുണ്ട് ഈ പുഴുവിന്റെ ബ്ലഡ് ആണ് ഉണ്ടാക്കുന്നത്. ഇതൊരു പുഴുവാണ്. പുഴുവിന്റെ ബ്ലഡ് മറ്റേ ഇതാക്കണ്ട വീഡിയോയാ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ഇതിന്റെ താഴെ കമന്റ് ചെയ്യണം കേട്ടോ. ചേട്ടൻ ഒന്ന് ഏറാം അല്ലെങ്കിൽ ഫേമസ് ആവും. ഇതൊക്കെ കാണുമ്പോഴാണ് ശരിക്കും ഒന്ന് വണ്ടി സൈഡാക്കിയിട്ട് ഒന്ന് ലഞ്ച് കഴിക്കാന്ന് വെച്ചു. നമ്മള് ഫുഡ് പ്രിപ്പയർ ചെയ്ത് വന്ന ഇതായിരുന്നു കേട്ടോ. ദിസ് ഈസ് എ ബ്ലഡി ഡീലിംഗ് ഐ എവർ ഹാഡ്. അപ്പൊ ഞങ്ങൾ എന്തായാലും ഫുഡ് ഒന്ന് കഴിക്കട്ടെ. ഇവിടെ പാർക്കിങ്ങിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ല. അപ്പം
ഓൾറെഡി സ്പൈസി ആയതുകൊണ്ട് അവിടേക്കെല്ലാം പച്ച കിട്ടുന്നുണ്ട്. ഇവിടെ ശല്യ വിരോധമായിട്ടാണ് നമുക്ക് സ്വസ്ഥത കഴിക്കണ്ടേ പെട്ടെന്ന് അമ്മനെ കഴിപ്പിച്ചോളെ. അവൻ കഴിക്കണം. അവൻ കഴിക്കണം നല്ലോണം കഴിയാ ഇനിയിപ്പോഴേ കഴിച്ചു കിട്ടാൻ ഫുഡും നല്ലോണം പോകും. നമ്മൊന്ന് നല്ല ഇനി നമുക്ക് ആകെ ഉള്ളത് ഓക്കെ ഇഷ്ടപ്പെട്ടി. നമുക്ക് അച്ചാർ വെച്ചിട്ട് ഇൻഷാല്ലാ കേരളത്തൊക്കെ കൊണ്ടുവരും പാക്ക് ചെയ്ത് കൊടുക്കാം. ഓർഡറിന്റെ താമസല്ലേ അച്ചാർ ഇട്ടിട്ട് അമ്മക്ക് അച്ചാർ തന്നെ കൊടുക്കാത്ത ഒരിച്ചു നക്കി കൂട്ടാം. കുടുത്തരം മേടിച്ചല്ലേ ആര് നമ്മക്ക് നമ്മക്ക് ബാക്കിലെ വെച്ച് കഴിച്ചോ. വേണ്ടി റെമിന് മുരിച്ച് വലിച്ചു കൊടുക്കും. ഫുഡുണ്ട് വേണമെങ്കിൽ ഉണ്ട് മക്കളെ ഫുഡുണ്ട് ഉണ്ട് ഒരു പാക്കില് അച്ചാർ പൊളിച്ചാൽ അച്ചാർ ഇട്ടല്ലോ. അപ്പൊ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. ഇനി നമ്മൾ താമസിക്കാൻ പോകുന്ന സ്ഥലത്തേക്ക് 2 hours ഉള്ളൂ എന്ന് പറഞ്ഞു. സ്ട്രോബെറി കഴിച്ചാ? എനിക്കൊരു കിസ്സൊക്കെ തന്ന് സ്ട്രോബെറി എടുത്തോട്ടെ എന്ന് സോപ്പിട്ട് ചോദിച്ചപ്പോ കിസ് എന്നാ പിന്നെ ആരാ ഇതെങ്ങനെ വരുന്ന തണ്ണി? ഹേയ് മല ദൂരെന്നാണ് മറ്റേ ഓ മൈ ഗോഡ് തുരന്നെ നല്ല ഹാർഡ് വർക്ക് ചെയ്തതിനൊക്കെ അല്ല ഇത് മറ്റേ ഇതും കൊണ്ട് കൊണ്ട് വാട്ടവർ ഇല്ല അതെല്ലാം വലിയ സംഭവമില്ല. മണാലിയാ ഹരിയാനയിലെ ഒരാൾ ഒറ്റക്ക് അയാളെ വീടറ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ കഴിയാതെ മരിച്ചാണ് അയാളെ. അതല്ലേ മല കയറി പോകണമാണ്. അങ്ങനെ ഇയാളെ എന്തിന് മരിക്കാനാ വയ്യേ അവിടെ ഇല്ലായി മല തുരന്ന് റോഡാക്കിയത് ആ വില്ലേജ് വരെ എല്ലാവർക്കും പോകാനുള്ള മട്ടത്ത്. ഓ ഗ്രേറ്റ്. അയാളെ പേരിലാണ് റോഡും അറിയപ്പെടുന്നത്. അത് നോക്കടാ മുമ്പ്യാ ഞാൻ നോക്കട്ടെ. അല്ല മുന്നേ എടാ മുന്നേ എടാ മലയല്ലേ അത് നോക്കാകാം. മലയില്ല മലയല്ലോ അതും കുട്ടിയുടെ പേര് മല മല അല്ലടാ കാട് നിന്റെ അമ്മ 16 മണിയത്തിന് നിർത്തിയ കാട് ഇങ്ങനത്തെ ഡയലോഗില്ല. യാ മോനെ അടിപൊളിയാ. And this is the view we are getting. ഫുൾ മലയാണ് കേട്ടോ. മല മറ്റുള്ളിയുടെ ഇടക്ക് കയറി പിന്നെ ബാക്കിൽ ഒരു അടുത്തം തന്നെ അച്ഛന് അതില്ല ലൈറ്റിന്റെ ഇവിടെ കൊള്ളാലോ. ഉണ്ട് അതൊക്കെ അടുത്തൂടെ ബാഗില് സൂട്ട് കേസില്. ചേട്ടൻ ഫോട്ടോ എടുക്കാനായിരുന്നില്ലേ? ഇല്ലാടോ എന്നാ കൈ ചൂടാ എന്നാ പച്ച. എല്ലാരും ഫുഡ് കഴിച്ചു കഴിഞ്ഞതുകൊണ്ട് ഒരു രസമല്ലേ ശരിക്കും. നല്ലോണം ഫുഡ് കഴിച്ചിട്ടുണ്ട്, എല്ലാരും കഴിച്ചിട്ടുണ്ട്. അപ്പോ ഉറങ്ങാൻ തോന്നുന്നു. ഇവിടുന്ന് ശരിക്കും നമുക്ക് ഡിഫറൻസ് മനസ്സിലാവാൻ പോകുന്നത് കേരള റോഡിലേക്ക് ചിലാണ്. അത്ര സ്മൂത്ത് ഡ്രൈവിങ്. അതിന് റഷീക്കിനൊരു ജാക്കറ്റ് ഉണ്ട് ബ്ലാക്ക്. അത് മിസ്സായി റോസ് ഗാർഡനിൽ പോയപ്പോ. അപ്പൊ അവളിങ്ങനെ പക്ഷെ സത്യസന്ധനായ നമ്മുടെ റമീന അത് കുറ്റസമ്മതം ഏറ്റെടുത്ത്. ഇല്ല അത് നിന്നെ കയ്യിൽ താമസായി എനിക്കതല്ല തോന്നാടല്ലേക്ക് പോയത് തന്നെ അതും വിധിച്ചോണ്ടായിരിക്കും. കാരണം ദോഷമൊന്നും ഉണ്ടായില്ല.
ഇല്ല. സ്നേഹിട്ട് നിന്നത് ലൈവാണ്, ലൈവ് പോയിക്കൊണ്ടിരിക്കണ്ട. ആ എതിലിനെ ഫാൻസിന് ഇങ്ങനെ സങ്കടം വിളിക്കൂല. വീഡിയോ എടുത്തോണ്ടുണ്ടു എന്നെ വേണം മേമി കുമ്മ തന്നെ സ്ട്രോബെറി തരും. എത്ര സ്ട്രോബെറി വേണം? രണ്ടാ അന്ന രണ്ടുമ്മതാ. എടുക്കും സ്ട്രോബെറി എടുക്കും. അതിനുണ്ട് ഒന്ന് എടുത്തു കൂടെയെങ്കിൽ. എന്നെന്ത് ജീന പോയാ ചോറി ജീന ചോറി ചോറി ചോറ് ചോദിച്ചിട്ട് മാത്രം ഒരു ദിവസം തന്നെ എത്ര ചോറ് ചോദിക്കുന്നുണ്ട് അതിന്. അതെന്നെ ജീന ദീനങ്ങാട്ട് ചോറ് ചോദിച്ചു. അതെന്നെ അത് അറ്റാക്ക് നടന്നു കഴിച്ചു. ഓഹോ പക്ഷെ അറ്റാക്ക് ചെയ്യും, അതുപോലെ തന്നെ കുറ്റസമ്മതവും നടത്തും, അതിന് മാപ്പും പറയും. ഭയങ്കര ലൈറ്റ് പോയി. ആ മതി മതി ഒരിക്കൽ പറഞ്ഞ ജീന ഒന്ന് മാപ്പാക്കയില്. മാപ്പ് മാപ്പ് നമ്മുടെ നാളത്തെ ബാംഗ്ലൂർ പ്ലാൻ എന്താന്ന് വെച്ചാൽ നന്ദി ഹിൽസ് ആണ്. മെയിനായിട്ട് നന്ദി ഹിൽസ് കാണാനാണ് വന്നിരിക്കുന്നത്. പിന്നെ ഒരു സ്ട്രീറ്റ് ഫുഡ് എക്സ്പ്ലോർ ചെയ്യണം. പിന്നെ അതേപോലെ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ പോയി പർച്ചേസിങ്, പിന്നെ ബാംഗ്ലൂർ നൈറ്റ് ലൈഫ്. ഇത് 4 ആണ് നമ്മുടെ ബാംഗ്ലൂർ പ്ലാൻ. അപ്പൊ എന്തായാലും അതിനു വേണ്ടി നമ്മുടെ ജീന നന്ദി ഹിൽസിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോ പോസിന് പറ്റിയ കളേഴ്സും അത് ഇതൊക്കെ സജസ്റ്റ് ചെയ്യാൻ നോക്കാൻ വേണ്ടി അത് സെർച്ച് ചെയ്തോണ്ടിരിക്കുകയാണ്. എന്തായാലും എന്തെങ്കിലും ഒരു പ്ലാനിൽ പോയി കഴിഞ്ഞാൽ ആ രീതിയിൽ ഡ്രസ്സ് പർച്ചേസ് ചെയ്താൽ മതിയല്ലോ. എനിക്ക് ഊട്ടിന് നല്ല മിസ്റ്റേക്ക് വന്നു. ഊട്ടിക്ക് ഇതാരാ സ്റ്റാച്യു പോലെ ശ്രീ ബുദ്ധ. നമ്മളങ്ങനെ ബാംഗ്ലൂർ ഇതിനൊരു നല്ല ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് എണീറ്റ്. ഇതിൽ തന്നെ ഒരു കരച്ചിൽ. വാട്ട് ഹാപ്പൻ? ഒരു കരച്ചിൽ കേട്ടായിരുന്നല്ലോ. കുരങ്ങനെ ഇപ്പൊ എത്തും. മാനും കുരക്കും എല്ലാം എത്തുന്നേ. എങ്ങനെയുണ്ട്? ട്രിപ്പ് എങ്ങനെ ട്രിപ്പ് എങ്ങനെയാ? അടുത്ത ട്രിപ്പ് പോകണ എവിടെ പോകണം ഇനി? അടുത്ത് ഊട്ടി കഴിഞ്ഞ് ഊട്ടി മടുത്താവാം. വേറെ ഓപ്ഷൻ കൊടുക്കും. ആ നമ്മ ഇനി കാശ്മീർ ലാസ്റ്റ് ഓപ്ഷൻ എടുക്കുക. അത് അതിന് ഓർമ്മ ഉണ്ടാകാം.
നമ്മള് എത്താനായി ഒരു 5 കിലോമീറ്റേഴ്സ് ബാക്കി. നമ്മള് ബാംഗ്ലൂർ കയറിയപ്പോ തന്നെ തുടങ്ങി ട്രാഫിക്. നമ്മളൊന്ന് ചെറുതായിട്ട് ഉറങ്ങിയായിരുന്നു. എന്റെ അല്ലടാ ടൗണിന്റെ ഉള്ളിലേക്കാണെന്നൊന്ന് വന്ന്. ഇതില് എനിക്ക് ആരൊക്കെ മുമ്പ് ബാംഗ്ലൂർ വന്നു അറിയില്ല. എന്റെ ഒരു ഫസ്റ്റ് ടൈമാണ് ബാംഗ്ലൂർ. ജീന ഫസ്റ്റ് ആണോ? എന്റെ ഫസ്റ്റ് ടൈം. ഞങ്ങളൊരു പ്രാവശ്യം ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് ഇവിടെ സ്റ്റേ ഒന്നും റെഡി ആവാതെ ക്യാൻസൽ ആക്കിയത്. ആ സങ്കടം ഇപ്പൊ മാറില്ലേ? ജിന്നിനും വിളിക്കൂല്ലേ? ജിന്നിനെ വിളിച്ച് പറയട്ടെ. ജിഷു ഒരു ജിന്നുണ്ട്. കുറച്ച് ഉറക്കം ആവശ്യമില്ല. നമ്മള് ജസ്റ്റ് 4 കിലോമീറ്റർ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്തായാലും റൂമിൽ ചെന്നിട്ട് ബാക്കി കാണിച്ചു തരാം. നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവളുണ്ടോന്നറിയില്ല ഇപ്പൊ റൂമില്. അപ്പൊ അവിടെ എത്തിയിട്ട് നമുക്ക് വീഡിയോയിൽ വരാം. എന്താണെന്നറിയോ, ബാറ്ററി ചാർജും ഇല്ല. ബാംഗ്ലൂരായി അങ്ങനെ നമ്മൾ എത്തി ഗൈസ്. ഇപ്പൊ ടൈം എന്നെ കറക്റ്റ് കൂട്ടി നോക്കി എത്ര മണിക്കൂർ ഇട്ടിരുന്നത്? എവിടെ എവിടെ അതേ നമ്മുടെ നടക്കുന്ന കണ്ടോ? അപ്പൊ നമ്മൾ എത്തിട്ടോ. എത്തിയെന്നല്ലോ. എവിടെ എത്തി? ബാംഗ്ലൂർ. എവിടെ? ബാംഗ്ലൂർ ട്രാഫിക്. ഞങ്ങൾ എത്തിട്ടോ. അപ്പൊ ഞങ്ങൾ എത്തി ഇറങ്ങി. ഒട്ടും ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് റൂമിലൊക്കെ ചെന്നിട്ടാണ്. അറിയോ ഇവിടെയാ ലൈറ്റ്. ഇതാണ് നമ്മൾ പറഞ്ഞ ജിൻസിന. ജിന്നെന്ന് ജിന്നതാ. എതിലി വരെ പറയുന്നതാണ് ജിൻ ജിന്നത്. എവിടെ ഇത് കൂടെ പോവാൻ പറ്റും? അപ്പോൾ നമ്മൾ ബാംഗ്ലൂർ വന്നത് എത്തി. ചെക്കിൻ മറ്റേ ഫ്രണ്ട്സിൻ്റെ അപ്പാർട്ട്മെൻ്റാണ്. മറ്റേ 2 റൂമുണ്ട്, ഒരു കിച്ചൺ, ചെറിയ കിച്ചൺ. അപ്പം നമ്മളെന്തായാലും ബാംഗ്ലൂർ വന്നെത്തി. ഓക്കെ 2:30 ആയിരുന്നു. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് നമ്മൾ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലേക്ക് പോവാണ് ഡ്രസ് പർച്ചേസിങ് അതിലൊക്കെ ആയിട്ട്. അപ്പോൾ യെസ്, നമുക്ക് എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബാംഗ്ലൂർ ലൈഫ് എക്സ്പ്ലോറിംഗ് ആണ്. 2 ഡേയ്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ യെസ്, ഇന്നത്തെ നമ്മുടെ ഈ ഒരു ഇങ്ങോട്ട് വരുന്ന ഈ ഒരു യാത്രയൊക്കെ എൻജോയ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഒരു ഹായ് ചൊല്ല്, ബൈ ബൈ ചൊല്ല്, ബൈ ബൈ.